നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്നും 2 പൈലുണ്ട്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ശത്രു ആരാണ് എന്ന് നോക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ? തേർഡ് പാർട്ടി ആണോ, അതോ വേറെ ആരെങ്കിലും ആണോ, ഫാമിലി ആണോ, വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ, നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവത്തിൻ്റെ വല്ല ഇതാണോ, എന്താണെന്ന് നമുക്കൊന്ന് അറിയാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ശത്രു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും പെടുത്താം. ഓക്കെ, അതൊരു പേഴ്സൺ തന്നെ ആവണമെന്നില്ല, വ്യക്തി തന്നെ ആവണമെന്നില്ല, സാഹചര്യങ്ങളാവാം, നിങ്ങളുടെ വ്യക്തിയുടെ മാനസികമായ എന്തെങ്കിലും കാര്യങ്ങളാവാം. ഓക്കെ, നമുക്ക് എന്ത് തന്നെ വന്നാലും തേർഡ് പാർട്ടിയും ആവാം. ഓക്കെ, നമുക്ക് ആരാണ് നിങ്ങളുടെ ശത്രു എന്ന് നോക്കാം. ഓക്കെ, 2 പൈൽ വെച്ചിട്ടുണ്ട്, ചൂസ് ചെയ്തോളൂ. ഇത് ഫസ്റ്റ് പൈൽ വയ്ക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ കിച്ചീനാണ്. ഓക്കെ, ഈ ആൻഡ് സെക്കൻഡ് പൈൽ ഈ ഒരു കിറ്റി എന്താണ് ക്യാറ്റാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേണ്ടത് ചൂസ് ചെയ്തോളൂ. ഞാൻ ഫസ്റ്റ് പൈൽ, സെക്കൻഡ് പൈൽ. ഓക്കെ, ഞാൻ ഫസ്റ്റ് പൈലിൽ നിന്ന് തുടങ്ങാൻ പോവാം. പൈൽ 1, നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെങ്കിൽ അത് ആരാണ്, എന്താണ്? ഓക്കെ, ലെറ്റ്സ് സീ. ഇതിനെ നമുക്ക് ആദ്യം നിങ്ങളുടെ സിറ്റുവേഷൻ നോക്കാം, അതിൽ തടസ്സം എന്താണെന്ന് അറിയാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം എന്താ കാണുന്നത്? എനിക്ക് വേൾഡ് കാർഡ്, ലവേഴ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്. ഓക്കെ, പേജ് ഓഫ് വോൺസ്, എംപ്രസ്. ഓക്കെ, ചിലവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് ഇവിടെ നിങ്ങൾ തമ്മിലൊരു അകൽച്ച എന്ന് കാണുന്നുണ്ട്, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ, അകൽച്ച. ആക്ച്വലി നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്, റൊമാൻറ്റിക് ഒരു റിലേഷൻഷിപ്പാണ് എന്ന് പറയാം. പക്ഷെ മേ ബി ഇപ്പം നിങ്ങൾ അകന്നിട്ടുണ്ടാവാം. ആൻഡ് ഇത് നമ്മളൊരു ചോയ്സിൻ്റെ കാര്യം പറയാറുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ചിലപ്പോൾ തേർഡ് പാർട്ടി ആവാം എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് ഇതുണ്ട്, എംപ്രസും കിട്ടിയിട്ടുണ്ട്. സോ എംപ്രസ്, ജഡ്ജ്മെന്റ്, ഡെവിൾ. ഓക്കെ, യെസ്, അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ പേഴ്സൺ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, ഒരു കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്നില്ല, നിങ്ങളുടെ അടുത്ത് ഇൻ ആൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് കാണുന്നത്. അവർ ഒരു ചോയ്സ് ആണ്, കാരണം അവരുടെ മുമ്പിൽ 2 ചോയ്സാണ്, 2 വ്യക്തികളാണ്. ഒന്ന്, അവർ മാരീഡ് ആണെങ്കിൽ എംപ്രസ് വന്നുകൊണ്ട് ചിലപ്പോൾ അവർ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, മാരേജ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, വേറൊരു വ്യക്തി ഉണ്ടാവാം, പേഴ്സൺ ഉണ്ടാവാം, കാരണം ലവേഴ്സും ഉണ്ട്, എനർജി ഉണ്ട്, ഡെവിൾ എനർജി ഒക്കെയാണ്. സോ ജഡ്ജ്മെൻറ്റും ഉണ്ട്. സോ യെസ്, ഇവിടെ എനിക്ക് കാണുന്നത് വളരെ സ്ട്രോങ് ആയിട്ടൊരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് എന്ന് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങൾ തമ്മിൽ വളരെ നിങ്ങളോട് ന്യായം ചെയ്തിട്ടില്ല. ഓക്കെ, യെസ്. ഓക്കെ, എന്തായാലും ഇവിടെ ഡെവിൾ എനർജി ഉണ്ട്, ഒരു തേർഡ് പാർട്ടി എനർജി സ്ട്രോങ് ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ തടസ്സം ഓൾറെഡി വന്നു കഴിഞ്ഞു. നല്ല ഒന്നും കൂടി നമുക്ക് ക്ലാരിഫിക്കേഷൻ എടുക്കാം. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സം എന്താണ് ഉണ്ടാക്കുന്നത്? ക്വീൻ ഓഫ് കപ്സ്. യെസ്, നിങ്ങൾ വളരെ ഓക്കെ. 8 ഓഫ് സോർഡ്സ്, സ്റ്റക്കാണ് നിങ്ങളുടെ പേഴ്സൺ. ആൻഡ് കിങ് ഓഫ് കപ്സ്. വാവ്. ഓക്കെ, വീണ്ടും സെയിം ബോട്ടം അധികം മാറിയില്ല. ഓക്കെ, കുഴപ്പമില്ല. 3 ഓഫ് കപ്സ്. യെസ്, ഡെവിളും ഉണ്ട്. 3 ഓഫ് കപ്സ്, ജഡ്ജ്മെന്റ്. ഓക്കെ, ഇവിടെ എനിക്ക് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. ഓക്കെ, ഈ പൈൽകാർക്ക് നിങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ മേ ബി ഓൾറെഡി നിങ്ങൾ മാരീഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ്, നിങ്ങൾ കപ്പിളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, ആ കാര്യത്തിൽ നിങ്ങൾക്ക് സമാധാനിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. ശരിക്കും രണ്ടും പറയാമല്ലോ അല്ലേ? ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന്, നിങ്ങൾ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക, നിങ്ങൾക്ക് വളരെയധികം അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണെന്ന് കാണുന്നുണ്ട്. സ്റ്റക്ക് എവിടെയാണ് സ്റ്റക്കായിട്ടുള്ളത്? അവർ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ അവർ നിൽക്കുകയാണ്. അവർ ചിലപ്പോൾ നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മാരേജ് കഴിഞ്ഞായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് ഉണ്ട്, ഡെവിൾ ആൻഡ് 3 ഓഫ് കപ്സ്. സോ ഡെഫിനറ്റ്ലി 10 ഓഫ് സോർഡ്സ്. യെസ്, നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കാണ്. ചിലപ്പോൾ ഒരു ഫാമിലി സിറ്റുവേഷനിലായിരിക്കാം, തേർഡ് പാർട്ടിയിലായിരിക്കാം. അവർ ഡെവിൾ ഇൻഫ്ലുവൻസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ചിലവർക്ക് ജസ്റ്റ് വേറെ റിലേഷൻഷിപ്പിൽ പോയതായിരിക്കും ഇവർ. ഓക്കെ, വേറൊരു തേർഡ് പാർട്ടി ഇടയിൽ വന്നു എന്ന് പറയാം. നിങ്ങൾ തമ്മിൽ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ വന്നു എന്ന് പറയും. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, കാരണം തേർഡ് പാർട്ടി എന്നൊരു ഇതുണ്ട്. അവർ ആലോചിക്കായിരിക്കും തേർഡ് പാർട്ടി വേണോ, നിങ്ങൾ വേണോ എന്നുള്ള വല്ല ചിന്തകളായിരിക്കാം, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ആൻഡ് ചിലവർക്ക് വല്ല ഫ്രണ്ട്ഷിപ്സ് പോലെ ഡെവലപ്പ് ആയതായിരിക്കും.
പക്ഷെ അതൊരു സെക്ഷൽ റിലേഷൻ കൂടി ആയി മാറിയിട്ടുണ്ടാവും. ഓക്കെ, ആദ്യം വേറെ ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങിയ ഒരു റിലേഷൻ അവർക്ക് തേർഡ് പാർട്ടി, അതായത് വേറെ അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആയിട്ട് ഫ്രണ്ട്ഷിപ്പിൽ തുടങ്ങിയിട്ട് അവർ ചിലപ്പോൾ കൂടുതൽ അടുക്കുക, അറ്റാച്ച്ഡ് ആവുക, സെക്ഷലി അറ്റാച്ച്മെന്റ് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടാവാം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് അവർ പെട്ട പോലെയാണ് എനിക്ക് കാണുന്നത്. പക്ഷെ പെട്ടതാണ്. ഓക്കെ, അത് പെട്ടുപോയതാണ്. മീൻസ് അവർ വിചാരിച്ചില്ല അത്രയ്ക്ക് അങ്ങോട്ട് സീരിയസ് ആവുന്നോ അല്ലെങ്കിൽ അതങ്ങനെ പോകും എന്നുള്ളത് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളോട് ശരിക്കും ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങളോട് അവർക്ക് അടുപ്പമുണ്ട്, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആൻഡ് ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ്, യൂണിവേഴ്സ് ഒരു ജഡ്ജ്മെന്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എവിടേക്കോ ഇപ്പോൾ വല്ലാതെ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ വല്ലാതെ സ്ട്രെസ്സിലാണിപ്പോൾ. ചില കാര്യങ്ങളിൽ അവരൊരു ചിലപ്പോൾ ഈ പെട്ടതിൻ്റെ ആയിരിക്കാം. എനിക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ അവർ ശ്രമിക്കുന്നുണ്ടാവും, പക്ഷെ സാധിക്കുന്നുണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി, നമുക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ശത്രു എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ആ പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്ത് വെക്കുന്നു എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക, അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അങ്ങനെയും. ഓക്കെ, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അങ്ങനെ ആയിരിക്കാം. അതിൽ അവർ സ്റ്റക്കാണ് ആ ഇതിൽ. പക്ഷെ ഫീലിങ്സ് നിങ്ങളോടുണ്ട്. ഓക്കെ, ശത്രു എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടിയാണ്. അതേത് റിലേഷൻ, എന്ത് ബന്ധം, ആരും ആവാം. ഓക്കെ, ഫ്രണ്ട്സിൽ ആരെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ട് കൂടുതൽ അവർ സെക്ഷലി കൂടി അറ്റാച്ച്ഡ് ആയതായിരിക്കാം. ചിലവർക്ക് ഓൾറെഡി മാരീഡ്, അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കും. ചിലവർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ വേറെ തേർഡ് പാർട്ടിയിലേക്ക് പോയി എന്ന് പറയാം. ഓക്കെ, ഇതിൽ ഇനിയിപ്പോൾ എന്താ ഞാൻ ചോദിക്കേണ്ടത് നെക്സ്റ്റ്? നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് ഇതിൽ എന്താണ്? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തൽക്കാലം 2 ഫോൺസ്, ഒരുപാട് 2 and 3. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. ഓക്കെ, പേഴ്സണിന് വിഷമമുണ്ട്, റിഗ്രറ്റ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, അതായത് നിങ്ങളോട് തെറ്റ് ചെയ്തു എന്നുള്ള ഒരു റിഗ്രറ്റ് ഇപ്പോൾ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയാം. ജഡ്ജ്മെന്റ് ഓൾറെഡി വന്നിരുന്നു, അപ്പോൾ തന്നെ എനിക്ക് തോന്നി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ചെയ്ത തെറ്റാണ് എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് പക്ഷേ 2 ആണ്, എല്ലാം 2 ആണ്, കൺഫ്യൂഷനാണ്, ഹാങ്മാൻ ആണ്. ഓക്കെ, അതായത് അവർ തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. എല്ലാ 2സും ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, 2 and 2. ഓക്കെ, സോ ആക്ച്വലി ചിലപ്പോൾ നിങ്ങൾക്ക് 2 വല്ല ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നുണ്ടാവാം. ഓക്കെ, റെപ്രസെൻറ്റേഷൻ അങ്ങനെ പറയാം. ഇവിടെ വേറെ എന്താ എനിക്ക് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ദൂരെ ആയിരിക്കാം, ഡിസ്റ്റൻസ് വൈസ് ദൂരെ ആയിരിക്കാം, അടുത്ത് കാണാൻ പറ്റാത്ത ചിലപ്പോൾ ദൂരങ്ങളായിരിക്കും. ചിലവർ ലൈക്ക് ടോട്ടലി സിറ്റി, സ്റ്റേറ്റ്, കൺട്രി വേറെ ആയിരിക്കാം. അബ്രോഡായുള്ള ആൾക്കാർ, നാട്ടിലുള്ള, അങ്ങനെ പറയാം. വേറെന്താ പറയാനുള്ളത് നിങ്ങളെക്കുറിച്ച്? ആക്ച്വലി നിങ്ങൾ വളരെ കെയറിങ് ആണെന്ന് പറയാം. ഓക്കെ, ആക്ച്വലി നിങ്ങളുടെ പേഴ്സണും നിങ്ങളോട് ശരിക്കും വളരെ ഡീപ്പ് ഫീലിങ്സ് ആണ്. ആ കാര്യത്തിൽ ഇവിടെ തെറ്റൊന്നുമില്ല. എനിക്കത് പറയുമ്പോൾ എനിക്ക് ആ ഒരു വിഷമം അവരുടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം, ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു ഇത് തോന്നി. എവിടെയോ അവരുടെ ഈ ഒരു വിഷമം, ഒരു സ്ട്രെസ്സ് എനിക്ക് ഫീൽ ചെയ്തു. അവരൊരു ഹാർട്ട് ബ്രേക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളെ വിഷമിപ്പിച്ചതിൻ്റെ ആയിരിക്കും റിഗ്രറ്റ്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അവർക്ക് നിങ്ങളെ വിഷമിപ്പിച്ചു എന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് എവിടെയോ മനസ്സിലൊരു വിഷമം അവർ ഇപ്പോൾ വിഷമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നിമിഷം ഐ തിങ്ക് നിങ്ങളിത് കാണുന്ന സമയത്ത് അവർ ആ റിഗ്രറ്റ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മൈൻഡിൽ ഒന്നാമത് ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ, റീഡിങ് കാണുമ്പോൾ നിങ്ങൾ അവരെ മൈൻഡിൽ കൊണ്ടുവരും അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ അവരും ഫീൽ ചെയ്യും. എനർജറ്റിക് കണക്ഷൻ എന്ന് പറയും നമ്മളത്. എനർജറ്റിക് കണക്ഷൻ നിങ്ങളും ഫീൽ ചെയ്യും. സോ ഐ തിങ്ക് ഇത് പേഴ്സൺ നിങ്ങൾ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ആൻഡ് ഇവിടെ കൺഫ്യൂഷൻ ആണ്. 2 of Pentacles, 2 of Wands, 2 of Swords, എല്ലാം 2 ആണ്. കൺഫ്യൂഷൻ ആണ്. ഓക്കെ, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഡിസിഷൻ മേക്കിംഗ്, ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക, എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക, ആക്ഷൻ എടുക്കാൻ ഏത് ആക്ഷനാണ് ഞാൻ എടുക്കേണ്ടത്, ഏത് വഴിയിലാണ് ഞാൻ പോകേണ്ടത്, എന്ത് ആക്ഷനാണ് ഞാൻ എടുക്കേണ്ടത്, എല്ലാം കൺഫ്യൂഷനാണ് മൊത്തത്തിൽ. ഓക്കെ, സോ ഇപ്പോൾ അവർ ആ ഹാങ്മാൻ സിറ്റുവേഷൻ, എവിടെ ഉണ്ടായിരുന്നു, ഹാങ്മാൻ സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവർ. ഓക്കെ, ഹാങ്മാൻ സിറ്റുവേഷനിലാണ് അവർ, സ്റ്റക്കാണ്, അവർ റിഗ്രറ്റിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ ആക്ഷൻ്റെ ഭാഗത്ത് പക്ഷെ നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒന്നാവണം എന്ന രീതിക്കാണ്. ഓക്കെ, അവർക്ക് വളരെയധികം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനും നിങ്ങളുമായിട്ട് വീണ്ടും ഒരു റീയൂണിയനാണ് ആഗ്രഹിക്കുന്നത്. 9 of Pentacles വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഇൻഡിപെൻഡൻസി എന്ന് പറയും. ആൻഡ് നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി ബെറ്റർ ആയ ഒരു സിറ്റുവേഷൻ എന്നും പറയാം നമുക്ക്. ഓക്കെ, ഫ്രൂട്ട്ഫുൾ ആയ ഒരു സിറ്റുവേഷൻ എന്ന് പറയാം, അബൻഡൻസ് എന്ന രീതിയിലൊക്കെ പറയും. അപ്പം നിങ്ങളുമായിട്ട് ശരിക്കും പറഞ്ഞാൽ അവർ വീണ്ടും ഒരു കണക്ഷൻ ആഗ്രഹിക്കുന്നുണ്ട്, ഡീപ്പ് കണക്ഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഫീലിങ്സ് വൈസ് ഒരു ക്വസ്റ്റ്യനും ഇല്ല, നിങ്ങളോടാണ് ഫീലിംഗ്. ഓക്കെ, പക്ഷേ തേർഡ് പാർട്ടിയിൽ പോയി പെട്ടിട്ടുണ്ട്, അതാണ് സംഭവം. ഓക്കെ, അതെന്ത് തന്നെ ആയാലും ശരി. സോ അതിൽ അവർ പുറത്തു വരാൻ അവർ ആലോചിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ശത്രു ഇവിടെ തേർഡ് പാർട്ടിയാണ്. ഡെവിൽ എനർജി കണ്ടുകൊണ്ട് മേ ബി ഇവിടെ അവർ എന്തെങ്കിലും തരത്തിൽ കൺട്രോൾ ചെയ്ത് വെക്കുന്നതായിരിക്കാം നിങ്ങളുടെ പേഴ്സണെ. ഓക്കെ, സെക്ഷലി കൺട്രോൾ ചെയ്യുന്നതായിരിക്കും, സെക്ഷൽ ഇതായിരിക്കും. ഓക്കെ, കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യലും ആവാം, എന്തും ആവാം. ഓക്കെ, അവർ ഫൈനാൻസ് കൊടുത്തിട്ടുള്ള വല്ലതും ആയിരിക്കാം. അല്ലെങ്കിൽ ചിലവർക്ക് മാരീഡൊക്കെ ആണെങ്കിൽ പിന്നെ
പറയണ്ടല്ലോ, അത് പിന്നെ എന്തായാലും അവിടെ വിട്ട് വരാനുള്ള ബുദ്ധിമുട്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്കിവിടെ കാണുന്നത്. നമുക്ക് റൊമാൻസ് ഏഞ്ചൽസിനും കൂടി എടുത്തേക്കാം. നിങ്ങൾക്ക് എന്താ അഡ്വൈസ് യൂണിവേഴ്സ് പറയുന്നത് നോക്കാം. നിങ്ങളുടെ ഇടയിൽ ഒരു ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടിയുടെ കാരണമാണ് നിങ്ങളുടെ. പക്ഷെ ഫീലിങ്സ് അറ്റ്ലീസ്റ്റ് ഉണ്ടെന്ന് പറയാലോ അല്ലേ. നമുക്ക് അതന്നെ ഏറ്റവും വലിയൊരു സമാധാനമുള്ള ഒരു കാര്യമല്ലേ. ബാക്കി പിന്നെ സാഹചര്യം നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്യൂച്ചറായിട്ട് ഇപ്പം അധികം കിട്ടുന്നില്ല. ഇപ്പം സ്റ്റക്കാണ് പേഴ്സൺ. ഓക്കെ, ഇപ്പം ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ്. ആലോചിക്കട്ടെ. ഓക്കെ, അവർ തീരുമാനിക്കട്ടെ. റൊമാൻറ്റിക് ഫീലിങ്സ് ആൻഡ് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്. ഞാൻ അധികം എടുക്കുന്നില്ല, കുറച്ച് കാർഡ്സ് മതി. ഫോർ ഗിവിങ് ആൻഡ് ലേണിംഗ് ആൻഡ് പ്ലേഫുൾനെസ്. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള റൊമാൻറ്റിക് ഫീലിങ്സ് ജെനുവിനാണ്. ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, നിങ്ങളോടുള്ള ഫീലിങ്സ് അവർക്ക് ശരിക്കും റൊമാൻറ്റിക് ആണ്, ഡീപ്പ് ഫീലിങ്സ് ആണ്, ഇമോഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ തമ്മിലുള്ളത് വളരെ ജെനുവിൻ ആണ് എന്നാണ് ഇവിടെ. ഓക്കെ, ആൻഡ് കോളിംഗ് ഇൻ യുവർ സോൾമേറ്റ്. യുവർ പ്രേയേഴ്സ്, അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ്പ് ബ്രിങ് യു ടുഗെദർ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്കൊരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലാണെങ്കിൽ നിങ്ങൾ അത് ഓർത്ത് വിഷമിച്ച് കരഞ്ഞിരുന്ന കാര്യമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു തേർഡ് പാർട്ടി അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ, നിങ്ങൾ മനസ്സിൽ അത് വിട്ട് കളഞ്ഞേക്കാം. പ്രത്യേകിച്ച് മാരീഡ് സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ. ഓക്കെ, അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ യെസ്, നിങ്ങൾ മനസ്സിൽ കളയാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ മാരീഡ് ഒക്കെ ആണെങ്കിൽ അത് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, അവർ വേറെ അങ്ങനെ ഒരു തേർഡ് പാർട്ടിയെ ഇല്ല എന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒന്നാണ് എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. നമ്മൾ 5D എന്ന് പറയും. 3Dയിലാണ് നമ്മളിപ്പോൾ ഒന്നിച്ചല്ലാത്തത് അല്ലേ. നമ്മൾ 3D നമ്മുടെ ഈ വേൾഡിലാണ് നമ്മൾ ഒന്നിച്ചല്ലാത്തത്. പക്ഷെ മനസ്സിൽ നിങ്ങൾ ഞാനും എൻ്റെ പേഴ്സണും ഒന്നാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സെപ്പറേഷൻ ഫീൽ ചെയ്യില്ല. ഓക്കെ, പേഴ്സൺ വേറെ ആരുടെയും കൂടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അതിന് കുറച്ച് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പറ്റിയാൽ അങ്ങനത്തെയൊക്കെ ചെയ്യാം. ഓക്കെ, നിങ്ങൾ അവനവനെ ഒന്ന് ബാലൻസ്ഡ് കൊണ്ടുവരാം. ആൻഡ് നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി വിഷ്വലൈസേഷൻസ് ചെയ്യാം. അതായത് നിങ്ങൾ ഓൾറെഡി ഒന്നിച്ചാണ്, വേറെ തേർഡ് പാർട്ടി ഒന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ വളരെ ഹാപ്പിയാണ്, ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു എന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കിടക്കുന്നതിന് മുമ്പ് വിഷ്വലൈസിങ്, രാവിലെ എഴുന്നേറ്റ ഉടനെ വിഷ്വലൈസിങ്, ചിലപ്പോൾ എഴുതാം, മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് എഴുതാം. അതൊക്കെ ചെയ്താൽ ആക്ച്വലി നിങ്ങൾ വീണ്ടും ഒന്നിക്കാനുള്ള ആ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആ പെട്ട് നിൽക്കുകയല്ലേ, അവരെ മനസ്സൊന്ന് ക്ലിയർ ആക്കിയിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ആൻഡ് ഫോർഗിവിങ് ആൻഡ് ലേണിംഗ് പറയുന്നുണ്ട്. ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളോട് പറയുന്നുണ്ട് കുറച്ച് ഫോർഗീവ് ചെയ്യാനും പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പേഴ്സൺ വല്ലതും പോയി പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഫോർഗീവ് ചെയ്ത് വിടാം. ഓക്കെ, എല്ലാവരും അല്ല. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ പറയാം, നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി ഉറപ്പ് വരുത്തി മാത്രം ഈ ഒരു സ്റ്റെപ്പ് എടുക്കാം. ഓക്കെ, കാരണം ഞാനിവിടെ ഇരുന്ന് ചെയ്യുന്ന കളക്റ്റീവ് റീഡിംഗ് ആണ്. നമ്മൾ ഒരുപാട് പേര് ഇവിടെ കാണുന്നുണ്ട്, ഒരുപാട് പേര് വ്യൂവേഴ്സ് ഉണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല എത്ര പേർക്ക്. ഇത് എല്ലാവർക്കും നിങ്ങളെല്ലാവരും പോയിട്ട് മാപ്പ് കൊടുക്കാൻ പാടില്ല. ഓക്കെ, നിങ്ങൾ ആദ്യം പക്ഷെ നിങ്ങളുടെ ബുദ്ധി കുറച്ച് യൂസ് ചെയ്യുക. നിങ്ങൾ അവനവൻ്റെ ബുദ്ധി യൂസ് ചെയ്യുക, സ്ട്രോങ് ആവുക. എന്താ പറയുക, നിങ്ങൾ കുറച്ചുകൂടി ബോൾഡ് ആവുക. നിങ്ങൾ കാര്യങ്ങളെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയെടുക്കുക. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കണ്ടുപിടിക്കുക. ഒരു മടിയും വിചാരിക്കേണ്ട, ഒരു തെറ്റും വിചാരിക്കേണ്ട. ഞാൻ അങ്ങനെ അന്വേഷിക്കുന്ന തെറ്റല്ലേ ഇവിടെ, ഒന്നുമില്ല, അന്വേഷിക്കുക. കാരണം നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെ നോക്കണം, വേറെ ആരും വരില്ല. ഓക്കെ, സോ നിങ്ങൾ നോക്കിയ ശേഷം മാത്രം പേഴ്സണിനെ മാപ്പ് കൊടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാം. ഓക്കെ, അവരെ വാക്ക് കേട്ട് മാത്രം ചെയ്യരുത്. സോ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഫോർഗീവ് ചെയ്യാം എന്നുള്ളത്. പക്ഷെ എന്നാലും നിങ്ങൾ അന്വേഷിക്കാം. ഓക്കെ, ശരിക്കും പേഴ്സൺ ട്രസ്റ്റ് വർതി ആണോ എന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ച് മാത്രം ചെയ്യാം. ഓക്കെ, സോ ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു പൈൽ 2. ഓക്കെ, നമുക്ക് പൈൽ 2 പോവാം. നിങ്ങളുടെ ഇടയിൽ എന്താണ് പ്രശ്നം? ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ആരാണ് ശത്രു എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരാണ് ശത്രു എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, നമുക്ക് പൈൽ 2 നോക്കാം. പൈൽ 2 പേർക്ക് നിങ്ങളുടെ ബന്ധത്തിൽ, ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ആരെങ്കിലും ശത്രു ഉണ്ടോ, നിങ്ങളെ തമ്മിൽ അകറ്റാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ, എന്താണ് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ അകൽച്ചയുടെ റീസൺ എന്താണ്? നിങ്ങൾ പേഴ്സൺ മാറി നിൽക്കുന്നുണ്ട്, അകൽച്ച ഉണ്ടെങ്കിൽ എന്താ റീസൺ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. എന്താണ് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ സിറ്റുവേഷൻ ആദ്യം എടുക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ സിറ്റുവേഷൻ എന്താണ്? കറണ്ട് സിറ്റുവേഷൻ 6 of Pentacles, 4 of Wands. ഓക്കെ, നിങ്ങൾ മാരീഡ് ആവാം, മാരീഡ് ഫൈലായിരിക്കാം. അത് രണ്ട് ഫയലും ഇന്ന് ഓൾമോസ്റ്റ് സിമിലർ ആണ്. നിങ്ങൾക്ക് അതും കൂടി കാണാൻ തോന്നുന്നു എനിക്ക്. ഓക്കെ, രണ്ടിലും സിറ്റുവേഷൻ എനിക്കിവിടെ സെയിം ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് സിമിലർ ആണ്, എന്തുകൊണ്ടാണെന്നറിയില്ല. ഓക്കെ,
ചിലപ്പോൾ ഫസ്റ്റ് പൈൽ കണ്ട ആൾക്കാർ തന്നെയാണോ നിങ്ങൾ സെക്കൻഡ് പൈലും കാണാൻ വന്നത്? ചിലപ്പോൾ അതുകൊണ്ടും ആയിരിക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ കണ്ടവർക്ക് സെക്കൻഡ് പൈൽ കൂടി നോക്കാമെന്ന് തോന്നിയോ? ഓക്കെ, അങ്ങനെയാവാം. ഓക്കെ, സോ എനർജി വളരെ സിമിലർ ആണ്, അതുകൊണ്ടാണ് കുറച്ച് ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇത് കൂടുതലും മാരീഡ് കപ്പിൾ ആയിരിക്കാം. ഓക്കെ, ഇത് മാരീഡ് ആൾക്കാരായിരിക്കാം നിങ്ങൾ, അതായത് നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ഡെഫിനറ്റ്ലി. ഓക്കെ, ഏതെങ്കിലും ഒരു സിനാരിയോ എന്തായാലും ഉണ്ടാവും. ഒരാൾ എന്തായാലും മാരീഡ് ആണ്, ചിലപ്പോൾ നിങ്ങൾ മാരീഡും ആവാം. ഓക്കെ, ബട്ട് ഡെഫിനറ്റ്ലി ഇവിടെ മാരേജ് എന്ന സിറ്റുവേഷൻ തന്നെയാണ്. ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കുട്ടികൾ, ഫാമിലി ഒക്കെ എല്ലാം ഉണ്ട്. ഓക്കെ, കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ്, മാരേജ് തന്നെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വേറെ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയി എന്ന് പറയാം. ഓക്കെ, കാരണം ഇത് ഒരേ കാര്യമാണ് വന്നത് കേട്ടോ. ഫസ്റ്റ് പൈൽ സെക്കൻഡ് പൈൽ സോറി വളരെ സിമിലർ ആയിപ്പോയി. എന്തെങ്കിലും നമുക്ക് വേറെ വരുമോ നോക്കാം. ഓക്കെ, മാറ്റം വരുമോ നോക്കാം. ബട്ട് ഇവിടെ ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയാം. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ഉണ്ട് ഇവിടെ, 2 of Cups ഉണ്ട്. സോ ഇവിടെ ആക്ച്വലി നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, ചിലപ്പോൾ ഇത് സോൾമേറ്റ് നമ്മൾ മാരീഡ് കപ്പിളിനും നമ്മൾ ചിലപ്പോൾ സോൾമേറ്റ് പറയും. സോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണുമായിട്ട് ഒരു സോൾമേറ്റ് കണക്ഷനാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം പാസ്റ്റ് ലൈഫിൽ തന്നെ നമുക്ക് അറിയാം ഈ പേഴ്സൺ. ആക്ച്വലി ലവേഴ്സും 2 of Cups രണ്ടും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. ഓക്കെ, ആ ഒരു പാസ്റ്റിൻ്റെ കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട്, വളരെ ഡീപ്പ് ആക്ച്വലി സ്പിരിച്വൽ കണക്ഷൻ കൂടി ആവാം. യെസ്, ഓക്കെ, സ്പിരിച്വൽ കണക്ഷൻ കൂടി ആവാം. നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലായിരിക്കാം ഇപ്പോൾ. ഓക്കെ, അതായത് മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക അതായത് അവർ പേഴ്സണുമായിട്ട് ആ ഒരു കണക്ഷനിൽ വന്ന ശേഷം നിങ്ങൾ കുറേ കൂടി സ്പിരിച്വൽ ആയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു ഇതുകൂടി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ. ആൻഡ് നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഡെഫിനറ്റ്ലി. ഓക്കെ, പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി വന്നിട്ടുണ്ടാവും. തേർഡ് പാർട്ടി അതിപ്പോൾ ഹൈ പ്രീസ്റ്റസ് ഒന്നും കാണുന്നുണ്ട്. സോ ഫിൽ ചെയ്തിട്ട് എടുക്കാം. ഇറ്റ്സ് ജസ്റ്റ് ഒരേ സിനാരിയോ പറയുന്ന പോലെ ഉണ്ട് എനിക്ക് ഫസ്റ്റ് പൈലും സെക്കൻഡ് പൈലും, അതുകൊണ്ടാണ് ലേശം ഒന്ന് ഇവിടെ സിറ്റുവേഷൻ. ഇവിടെ ഇവരുടെ ഇടയിൽ എന്താണ് ബ്ലോക്കേജ്, എന്താണ് ഈ സിറ്റുവേഷനിൽ ഈ തേർഡ് ഹൈ പ്രീസ്റ്റസ്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ, ആരാണ് ഇവിടെ ബ്ലോക്കേജ്, എന്താണ് ഇവിടെ ബ്ലോക്കേജ്, ഇതിൻ്റെ ഇടയിൽ എന്താണ് തടസ്സം, ഇതിൻ്റെ ഇടയിൽ ആരാണ് ശത്രു, അല്ലെങ്കിൽ ആരാണ് എന്താണ്? ഓക്കെ, 4 of Swords. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ എന്തായാലും കാണുന്നുണ്ട് എനിക്ക്. നിങ്ങളുടെ പേഴ്സൺ വേറെയും ഓപ്ഷൻസ് നോക്കി പോയിട്ടുണ്ട്. അവരുടെ ലൈഫിൽ വേറെയും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. സോ തേർഡ് പാർട്ടി നമുക്ക് കൺഫർമേഷൻ തന്നെയാണ്. വേറെ ഓപ്ഷൻസ് അവർ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുണ്ട്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കാം, അതായത് നിങ്ങൾ തമ്മിൽ മാരീഡ് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആണ്. ഓക്കെ, പേഴ്സൺ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഓൾറെഡി നോക്കട്ടെ. യെസ്, അവർ മാരേജ് ചെയ്യാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവർ മാരേജ് നടക്കാൻ പോകുന്നുണ്ട്. കാരണം അവരൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഫാമിലി പറഞ്ഞിട്ടായിരിക്കാം. ഓക്കെ, ഫാമിലി കൊണ്ടുവന്ന ആലോചന അങ്ങനത്തെ പല കാര്യങ്ങളായിരിക്കാം. ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എൻ്റർ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക്. ഓക്കെ, കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലേക്ക് അവർ പോകുന്നതായിട്ടാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ മാരീഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ലൈക്ക് മാരേജ് അവർ പേഴ്സൺ വേറെ മാരേജ് ചെയ്യാൻ പോകുന്നു. മേ ബി നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് തരാമെന്ന് വാക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളെ കമ്മിറ്റ് ചെയ്യാമെന്ന് വാക്കൊക്കെ തന്നിട്ടുണ്ടാവും. പക്ഷെ അവർ ലൈഫിൽ വേറെ ഓപ്ഷൻ വന്നപ്പോൾ അത് അവർ പക്ഷെ ഇത് അവരായിട്ട് ചൂസ് ചെയ്താണോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഐ തിങ്ക് പാരൻസ് ആയിരിക്കാം. ഓക്കെ, പാരൻസ് കൊണ്ടുവന്ന ആലോചന ആയിരിക്കാം, പാരൻസ് പറയുന്ന കേട്ട് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, പിന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഈഗോ എന്നും പറയാം നമുക്ക്. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിലിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ വല്ല കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂ, ഇവിടെ എന്തായിരുന്നു 5 Swords എന്തോ വന്നല്ലോ ഇടയിൽ. ഓക്കെ, അത് നേരത്തെ വന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ടാവും ദറ്റ് ഞാൻ വേറെ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ പാരൻസ് പറയുന്നത് കേട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും പറയാം, ഈഗോ കൊണ്ട് എന്ന് പറയാം ചിലപ്പോൾ. ഓക്കെ, അവർ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ഇപ്പോൾ. ഓക്കെ, ആൻഡ് ഇവിടെ ശത്രു എന്ന് പറയാൻ എനിക്ക് ഒരു തേർഡ് പാർട്ടിയെക്കാട്ടിൽ കൂടുതൽ ഓക്കെ ഹൈ പ്രീസ്റ്റസ് ഉണ്ടായിരുന്നു. ഹൈ പ്രീസ്റ്റസ് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫാമിലി എന്ന രീതിക്ക് കൂടി പറയാം. ഇവിടെ എനിക്കൊരു ഫാമിലിയുടെ ഫീലിംഗ് ആണ് വരുന്നത്. ഓക്കെ, ഫാമിലി ആയിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള മാരേജ് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഓക്കെ, അവർ വേറൊരു മാരേജിനെ നിർബന്ധിക്കുന്നുണ്ടാവാം, നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം.
ഓക്കെ, ലെറ്റ്സ് വേറെ എന്താ കിട്ടാൻ നോക്കട്ടെ ജസ്റ്റ്. ഓക്കെ, അവർ പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട്. ഓക്കെ, ഐ തിങ്ക് 5 ഇതാണ് നേരത്തെ വന്നത്, 5 വൺസ്. യെസ്, ഐ തിങ്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. ഓക്കെ, ഈ കാര്യത്തിൽ ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാമിലി അങ്ങനത്തെ ഇഷ്യൂസ് ആണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ ഇപ്പം സ്റ്റക്കാണ്, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, ബട്ട് അവരെടുക്കും തീരുമാനം. ഓക്കെ, അവരൊരു തീരുമാനം എടുക്കും. കാരണം അവിടെ ഏസ് ഓഫ് സോഡ്സ് ഉണ്ട്. നമുക്ക് ഏസ് ഓഫ് സോഡ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഉറച്ച തീരുമാനം എടുത്ത് നമ്മൾ ഡിറ്റർമിനേഷനോടെ മുന്നോട്ട് പോവുക എന്നാ പറയാം, ക്ലാരിറ്റിയോടെ, ഡിറ്റർമിനേഷനോടെ. എൻ്റെ ഇവിടെ ഒരു പുതിയ തുടക്കമാണ് പറയുന്നത്. ഞാൻ ഇവിടെ മജീഷ്യൻ കണ്ടപ്പോഴും എനിക്ക് തോന്നി നിങ്ങളുടെ പേഴ്സൺ എവിടെയോ നിങ്ങളെ ആയിട്ടുള്ള റീയൂണിയന് വേണ്ടി ശ്രമിക്കും എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കാൻ അവർ ശ്രമിക്കും, അവർ ആക്ഷൻ എടുക്കും. ഓക്കെ, ഏസ് ഓഫ് സോഡ്സ്, ഏസ് ഓഫ് വാൻസ് ഉണ്ട്. സോ നമുക്ക് ഇതിൽ കൂടുതലൊന്നും ആവശ്യമില്ല. ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസും ഉണ്ടായിരുന്നു അല്ലേ, 3 ഏസാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളോട് കമ്മിറ്റ്മെന്റ് തരാൻ അവർ വരും. ഓക്കെ, അങ്ങനെ പറയാം. തേർഡ് പാർട്ടി ഇവിടെ ശത്രു ഉണ്ടെങ്കിൽ തന്നെ അത് ഫാമിലി ആയിരിക്കാം. ഓക്കെ, ഫാമിലി എതിർപ്പ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ മാരീഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ആവാം. അല്ല എന്നുണ്ടെങ്കിൽ ഫാമിലിയാണ്. അപ്പോൾ ഫാമിലി പറഞ്ഞത് കേട്ട് അവർ വേറെ മാരേജിന് തയ്യാറാവുന്നുണ്ടെങ്കിൽ ബട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫൈറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ ചൂസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അവർ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. യെസ്, കിങ് ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, 4 ഓഫ് കപ്സ്. അവർക്ക് നിങ്ങളെ വേണ്ടു, അവർക്ക് വേറെ ഒന്നിലും താല്പര്യമില്ല, അവർക്ക് വേറെ ഒന്നിലും താല്പര്യമൊന്നുമില്ല. ഓക്കെ, ഇതിവിടെ എനിക്ക് കൂടുതലും വേറെ തേർഡ് പാർട്ടി പോയ പോലെ അല്ല എനിക്ക് തോന്നുന്നത്, ഫാമിലി ഇടപെട്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഫാമിലിയുടെ അടുത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം നിങ്ങളുടെ പേരിൽ, അതായത് നിങ്ങളെ ചൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ട് ഫാമിലിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അവർ ലൈക്ക് ഫാമിലിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, കാരണം നിങ്ങളോട് അവർക്ക് ഫീലിങ്സ് ആണ്, അവർക്ക് വേറെ ഒന്നിലും താല്പര്യമില്ല ശരിക്കും. ഓക്കെ, അവർക്ക് ഫീലിങ്സ് ഉള്ളത് നിങ്ങളോട് മാത്രമാണ്. അവർക്ക് വേറെ എന്തെങ്കിലും അവർക്ക് കിട്ടിയാലും അത് വേണ്ട. ഓക്കെ, അതിലൊന്നും അവർക്ക് താല്പര്യമില്ല. തേർഡ് പാർട്ടി അല്ല ഇവിടെ, അതിൽ കൂടുതൽ ഐ തിങ്ക് ഫാമിലിയാണ്. ഓക്കെ, ഫാമിലി നിങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അവർക്ക് അറിഞ്ഞിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും. ഓക്കെ, അവർ ഫാമിലി നിങ്ങളുടെ പേഴ്സണെ കൊണ്ട് വേറെ മാരേജ്, ലേഡീസ് ആണെങ്കിലും ഫാമിലി പറയും ദറ്റ് വേറെ ആളെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നുണ്ടാവും. ബട്ട് അവർക്ക് താല്പര്യമില്ല. ഓക്കെ, അതിലൊന്നും അവർക്ക് താല്പര്യമില്ല. പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, കൂടുതലും ആ സിനാരിയോ ആണ്. ചിലവർക്ക് മാത്രം ഇവിടെ ലവർ എനർജി ഉണ്ട്. സോ മേ ബി ചിലവർ, അല്ലെങ്കിൽ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം, അങ്ങനെയും പറയാമോ. നിങ്ങൾ ഓൾറെഡി ലൈക്ക് റിലേഷൻഷിപ്പിലാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ സോൾമേറ്റും ആണ്, രണ്ടും ഉണ്ട്. സോൾമേറ്റ് കണക്ഷൻ ആൻഡ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമ്മുടെ ലവേഴ്സ് കണക്ഷൻ ആണ്. സോ മേ ബി നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻഷിപ്പിലായിരിക്കാം ആൻഡ് ഫാമിലി എതിർക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ പൈൽക്കാർക്ക് നിങ്ങൾക്ക് റിയൂണിയൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇവിടെ ശത്രു ഐ തിങ്ക് ഫാമിലി മാത്രമാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും. ഓക്കെ, അവർ നിങ്ങളുമായിട്ടൊരു റിയൂണിയന് വേണ്ടി തീർച്ചയായിട്ടും അവർ ശ്രമിക്കും. നോക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒരു ഫൈനൽ ഔട്ട്കം എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കാം. സെവൻ ഓഫ് വാൻസ്, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്, ഇതാണ് പറഞ്ഞത്. കമ്മിറ്റ്. ഓക്കെ, ലേശം സമയം എടുക്കും കേട്ടോ. ഓക്കെ, പെട്ടെന്നാവില്ല. ഓക്കെ, ഒരു ആക്ഷൻ വരും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ തൽക്കാലം അവർ നിങ്ങളുടെ അടുത്തൊരു ഓഫറുമായിട്ട് വരും, അതായത് ചെറിയൊരു ഹായ് ഹലോ എങ്കിലും നിങ്ങൾ തമ്മിലൊരു അറ്റ്ലീസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ വരും. ഓക്കെ, അവരുടെ ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യും ആൻഡ് അവർ ആക്ഷൻ എടുക്കും, പേടിക്കേണ്ട. ഓക്കെ, അവർ ആക്ഷൻ എടുക്കാനുള്ള തയ്യാറാവുന്നുണ്ട്. ഇപ്പം ലേശം ഒരു ഗ്യാപ്പ്, ഒരു സമയം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ സെപ്പറേഷൻ ഉണ്ടാവാം, ബട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കും, നിങ്ങളെ വീണ്ടും അവരെ ലൈഫിൽ കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. ഓക്കെ, ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ ഇവിടെ തേർഡ് പാർട്ടി ഐ തിങ്ക് അങ്ങനെ വലിയ പ്രശ്നമുള്ളതല്ല, ഫാമിലിയാണ് കൂടുതലും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ ലൈക്ക് അടുക്കണ്ട എന്ന് ആഗ്രഹിക്കുന്ന വേറെ ആരെങ്കിലും, അതല്ലാതെ വേറെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളോടാണ് ഫീലിങ്സ്. ഓക്കെ, നിങ്ങളോട് ഫീലിങ്സ്, നിങ്ങളോട് അടുപ്പം എന്ന രീതിക്ക് തന്നെയാണ് കാണുന്നത്. സോ ഓക്കെ, സോറി, നമുക്ക് ഇതിൽ നിന്ന് ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കിയേക്കാം. റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടി എന്താണ്, യൂണിവേഴ്സ് എന്താ പറയുന്ന മെസ്സേജ് നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത്? പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്, ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. സെപ്പറേഷൻ, ഞാൻ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ സെപ്പറേഷൻ്റെ ഒരു കാര്യം തോന്നുന്നുണ്ട് എനിക്ക്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷൻ ആയിരിക്കാം, സെപ്പറേഷൻ വരാം. ഓക്കെ, ആ സെപ്പറേഷൻ വരുന്നത് പക്ഷെ നല്ലതിനാണ്. ഓക്കെ, ആൻഡ് ഇവിടെ പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നുണ്ട്. ഇത് സൈൻസ് ആർ കോഷനിങ് യു. എനിക്ക് തേർഡ് പാർട്ടിയുടെ മീൻസ് ഞാൻ പറഞ്ഞില്ലേ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജി കണ്ടത്, അത് ചിലപ്പോൾ ഇവരെ ഫാമിലിയോ അങ്ങനെ ആരെങ്കിലും നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ഓക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ആരെങ്കിലും നിങ്ങളെ വാച്ച് ചെയ്യണു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, എനിക്ക് ആ കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
ഇറ്റ് ഇസ് സേഫ് ഫോർ യു ടു ലവ് ആൻഡ് ഫ്ലേർട്ട് എല്ലാം കാണുന്നുണ്ട്. ചിൽഡ്രൻ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഈ കാര്യത്തിൽ മേ ബി നിങ്ങളെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ്, അങ്ങനത്തെ കാര്യങ്ങൾ കുട്ടികളുണ്ടാവും ഇടയിൽ. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഇറ്റ്സ് സേഫ് ഫോർ യു ടു ലവ് എന്ന് പറയുന്നുണ്ട്. പേടിക്കേണ്ട. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ആ പേഴ്സണിനെ ട്രസ്റ്റ് ചെയ്യാം. അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കും, ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ്. ആൻഡ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ് എന്ന് പക്ഷെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്ട് നിങ്ങൾ മെയിൻറ്റെയിനും ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് നിങ്ങളും ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റണം. ദാറ്റ് എൻ്റെ അടുത്ത് കമ്മിറ്റ്മെൻറ്റോടെ വന്നാൽ മാത്രം മതി എന്ന രീതിയിൽ നിങ്ങൾക്കും പറയാൻ സാധിക്കണം. ആ റെസ്പെക്ട് നിങ്ങൾ അവനവനെ ചെയ്യാം. ഓക്കെ, ഇല്ലാതെ വെറുതെ ഒരു തമാശ ടൈം പാസ് അല്ലെങ്കിൽ ഒരു തരത്തിലും നിങ്ങളതിനെ വേറെ ഒരു ലൈക്ക് ആ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ ഓക്കെ നിങ്ങളും സ്റ്റാൻഡ് എടുക്കാം. ഓക്കെ, ആൻഡ് എനിവേ അവർ വരും എന്ന് തന്നെയാണ് കണ്ടത്, നമുക്ക് പോസിറ്റീവായിട്ടാണ് കണ്ടത്. സോ ഒരു സെപ്പറേഷൻ്റെ ടൈം നിങ്ങളിപ്പോൾ ഓൾറെഡി സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ മുന്നോട്ട് വരും. പക്ഷേ ആ സെപ്പറേഷന് ശേഷം നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതുമാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കും. അപ്പോൾ ചില സമയത്ത് അതാണ്, നമ്മളൊന്ന് സ്റ്റാൻഡ് എടുത്ത് നിങ്ങൾ ചിലപ്പോൾ ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോഴേ ആ പേഴ്സണും നിങ്ങൾക്ക് വേണ്ടി ഒരു അപ്പോഴേ വാല്യൂ തരുള്ളൂ അവർ, അല്ലേ? സോ ഇവിടെയും പോസിറ്റീവാണ് കിട്ടിയത്. സോ ഗുഡ്. ഓക്കെ, ഫൈൽ 2 വർക്ക് നല്ലൊരു ഇതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.